അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈയിടെ ആയിട്ടുള്ള നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസിനകത്തും വീട് പണി എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുവാണല്ലേ. അങ്ങനെതാ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീട് പണിയൊക്കെ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. കാരണം പഠിച്ചോൻ എത്ര സ്തുതിച്ചാലും സ്തുതി തീരൂല കേട്ടോ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത് നിങ്ങൾ നോക്കണ്ട. നമ്മൾ മൊത്തം ബിസി ആയതുകൊണ്ട് തന്നെ എല്ലാം വളരെ ലേറ്റായിട്ടാണ് നമ്മൾ ഒക്കെ അപ്ലോഡ് ആക്കിയിടുന്നത്. സെപ്റ്റംബർ 20 നമ്മുടെ ഹൗസ് വാമിങ്. അപ്പോൾ അന്നേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉപ്പച്ചയൊക്കെ വാങ്ങി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഫ്രിഡ്ജൊക്കെയാണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി നമുക്ക് ആവശ്യമായ ഫ്രിഡ്ജൊക്കെ സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് പോന്നിട്ടുണ്ട്. ഹോം ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഹൗസ് വാമിങ്ങിൻ്റെ 1-2 ദിവസം മുമ്പ് അവരങ്ങ് വീട്ടിലെത്തിച്ചോളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പാത്രക്കടയിലോട്ടാണ് കേട്ടോ. നമ്മളൊരു ചെറിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും വാങ്ങിച്ച് കൂട്ടേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അത് തന്നെയുണ്ട് അത്യാവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ കഞ്ഞിപ്പാത്രം, അങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ. ചെമ്പട്ടി, ചീനച്ചട്ടി, ഓട്ടപ്പാത്രം. ഞാനും അനിയത്തി ഉണ്ടല്ലോ, ഇതെല്ലാം മൊത്തം ഒരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്രകാരമാണ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവന്മാർ, അതായത് ഈ സാധനങ്ങൾ എടുത്തിരുന്ന ആ ഒരു ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ട, നമ്മൾ ആ ഒരു ലിസ്റ്റ് പ്രകാരം അങ്ങോട്ട് ഇങ്ങനെ വായിച്ചു കൊടുത്ത് ഓരോന്ന് എടുക്കുകയാണ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ മൊത്തം തെറ്റിപ്പോകും. എന്തായാലും അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പും കൂടെ നോക്കുകയാണ്. ഈ ഒരു സെയിം ഡേ തന്നെ ഉപ്പച്ചിക്ക് നമ്മുടെ ഉമ്മച്ചിയുടെ കുടുംബത്തിൽ ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ നമ്മളെ ഇവിടെ അങ്ങ് ആക്കി തന്നു. അതായത് പാത്രക്കടയിലോട്ട് ഫ്രിഡ്ജ് കാര്യങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പാത്രക്കടയിലോട്ട് അങ്ങ് ആക്കി തന്നിട്ട് നേരെ ആ ഹൗസ് വാമിങ് അങ്ങ് പോയി. അപ്പോൾ ഇപ്പം നമുക്കൊരു ടൈം തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങളുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ അങ്ങ് തീർക്കണം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള സാധനങ്ങൾ എടുക്കണ ഒരുവിധം പരിപാടികളൊക്കെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ, അതായത് ഏകദേശം ഉച്ചയായല്ലോ, ഒപ്പച്ചി മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങ് ഇരുന്ന് തന്നു എന്ന് മാത്രം. ഷവർമയും ലൈമും ചായയും അങ്ങനെയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാക്ക് ചെയ്യണ ആ ഒരു ചടങ്ങാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. നമ്മുടെ മഞ്ചേരിയിലുള്ള ഒരു ഷോപ്പിൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്ന ഒട്ടുമിക്ക സാധനങ്ങളും വെറും പാത്രങ്ങൾ മാത്രമല്ല, അല്ലാതെയും കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട് കേട്ടോ. ഈ ഒരു G-Track എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫാക്ടറി നമ്മുടെ വീടിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടേക്കൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ നമുക്ക് കിട്ടാത്ത കുറച്ച് ഐറ്റംസുകൾ നമ്മൾ അവിടെ നിന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം നല്ലൊരു ഗംഭീര അൺബോക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഈ പാത്രങ്ങളും ഈ അല്ലറ ചില്ലറ സാധനങ്ങളൊന്നും ഉപ്പച്ചി കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആളതൊക്കെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇതല്ലാണ്ട് ഓൺലൈനായിട്ടും നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കൂടെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇൻഷാ അല്ലാ നമ്മൾ എന്തായാലും അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കാം. നമ്മുടെ ഫർണിച്ചർ ഐറ്റംസുകളൊക്കെ നമുക്കിങ്ങനെ അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് നമ്മൾ അവർക്ക് കോളാക്കിയിട്ട് നമ്മൾ ഫോട്ടോ കാര്യങ്ങൾ, അതായത് റെഫറൻസ് വീഡിയോസ്, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചൊക്കെയായിരുന്നേ. അപ്പം നമുക്ക് അങ്ങനെ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. സോ ഇതിനകത്ത് ആ ഒരു ക്ലിപ്സ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എങ്ങാണ്ട് ഇങ്ങനത്തെ ഈ ഒരു കലാപരിപാടി, അതായത് ഈ ഒരു ചടങ്ങ്, ഇങ്ങനെ വീടിരിക്കലിന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുപോകുന്ന ചടങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യണുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ബാക്കിയുള്ള ഫാമിലി ഫ്രണ്ട്സ്, അതായത് എൻ്റെ ഉപ്പച്ചിയുടെ വീട്ടിൽ നിന്നും ഉമ്മച്ചിൻ്റെ വീട്ടിൽ നിന്നും പിന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ നവാസ് കാക്കാൻ്റെ വീട്ടിൽ നിന്നും അവരുടെ കുറേ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമിതമായ ആവേശം കാരണം എന്താ പറയുക, അതൊന്നും പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്തായാലും എവിടെയെങ്കിലൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ പോണത് സപ്ലൈകോയിലോട്ടാണ് കേട്ടോ. അതായത് നമുക്ക് അല്ലാത്ത കുറേ ഈ അരി സാധനങ്ങൾ, അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ ഉണ്ടാവുമല്ലോ, പയറുവർഗ്ഗങ്ങൾ, പിന്നെ അരിപ്പൊടി, അങ്ങനെ എല്ലാ
അല്ലാണ്ട് കുറേ മസാല പൗഡറുകൾ, കടല, ചെറുപയർ, പരിപ്പ്, എന്താ അല്ലേ, ഇങ്ങനെ കുറേ ഐറ്റംസുകൾ വാങ്ങിക്കാണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ വാങ്ങിച്ച് നമ്മൾ വിചാരിച്ച പോലെ ഐബുട്ടൻ അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ആളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഐറ്റംസുകൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെ നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങൾ എല്ലാം നല്ല ഐശ്വര്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് കുറച്ച് ഡ്രസ്സ് ഐറ്റംസും കൂടെ നോക്കണം. അപ്പോൾ എനിക്കും അനിയത്തിക്കും വേണ്ട, ഞാൻ ഓൾറെഡി എന്താ പറയുക നമ്മളെ ബൊട്ടിക്കിൽ നിന്ന് എടുത്തതാണ്. അനിയത്തിക്ക് പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിഷുവിനും നിഫ്രകുട്ടനും സെയിം 2 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അതേമാതിരി തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൂടാണ്ട് എൻ്റെ ഹസ്ബൻഡിനും ഒരു ഷർട്ടൊക്കെ എടുത്തു കൊടുക്കണം. നമ്മളെല്ലാവരും ഒരുങ്ങി ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുമ്പോൾ ആളും അങ്ങനെ തന്നെ ഇരിക്കണമല്ലോ, അതല്ലേ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അങ്ങനെ ആൾക്കുള്ള ഷർട്ട് കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലിപ്സ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ആ ഒരു സെയിം ഡേയിലുള്ള സംഭവമല്ല. ഞാൻ വീണ്ടും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഉമ്മച്ചിൻ്റെ ആണ്ട് ദിവസം എന്തായാലും അവിടെ പോകണമല്ലോ. നമ്മളൊന്ന് ഫ്രീ ആയ ടൈമിൽ ഇതും കൂടെ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഈ ബോട്ടിൽ കാര്യങ്ങളൊക്കെ അനിയത്തി കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ച ബോട്ടിലാണ്. ഇൻഷാ അല്ലാ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും. ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ സപ്ലൈകോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ അന്ന് അതായത് അവിടെ ഉള്ള സാധനമാണ്, പക്ഷേ നമ്മൾ പോയ ആ ഒരു ദിവസം ഇല്ല എന്ന് മാത്രം. എന്തായാലും ഇങ്ങനത്തെ പഞ്ചസാര അല്ലാത്ത അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇപ്പച്ചി വേറെ കടയിൽ പോയിട്ട് വാങ്ങിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നമ്മൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് പോയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഭംഗിയായിട്ട് തന്നെ ഓരോന്ന് അതിൻ്റേതായിട്ടുള്ള ബോട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മാനെ നമ്മൾ എപ്പോഴും മിസ് ചെയ്യും, അത് വേറെ വിഷയം. എന്നാലും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വരില്ലേ ഈ ഒരു ടൈമിലൊക്കെ, നമ്മൾ കുറച്ച് കൂടുതൽ മിസ് ചെയ്യും കേട്ടോ. എന്താ പറയുക, അതൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സങ്കടമുള്ള കാര്യമാണ്. നമ്മളെ ലൈഫിൽ ഇത്രയും വലിയ സന്തോഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആൾ ഇന്ന് ഈ ലോകത്തിലില്ല എന്ന് തന്നെ പറയുമ്പോൾ നമുക്കതിപ്പോഴും വിശ്വസിക്കാൻ പോലും കഴിയണില്ല. പക്ഷേ ഉള്ള കാര്യം പറയാലോ, ഞങ്ങൾ 3 മക്കളെയും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉമ്മ വളർത്തി വെച്ചിട്ടുണ്ട്. സ്വയം പര്യാപ്തരാക്കി മാറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വേറൊരാൾ ഡിപ്പെൻഡും ഇല്ലാതെ നമുക്ക് തന്നെ എല്ലാം ചെയ്യാനുള്ള പ്രാപ്തരാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പാരൻസാണ് എൻ്റെ റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഉപദേശം അല്ലാണ്ട് ഒരാളുടെ ഉപദേശം ഞാൻ കേൾക്കുകയില്ല, എനിക്കത് ചെയ്യാനും തോന്നത്തില്ല. ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ വരും ദിവസം നമ്മുടെ ബാക്കി വീഡിയോസ്, അതായത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെയും അതിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.